സംസ്ഥാന സർക്കാരിന് 6000 കോടി കൂടി കടമെടുക്കാൻ കേന്ദ്രാനുമതി. അധിക വായ്പയ്ക്ക് അനുമതി കിട്ടിയത് വൈദ്യുതി പരിഷ്കരണം നടത്തിയ വകയിലാണ്. സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ അനുമതി കിട്ടിയത് സംസ്ഥാനത്തിന് ആശ്വാസമാകും. വിവരങ്ങളുമായി അർജുൻ രാജ് ചേരുകയാണ്. അർജുൻ, ഏതായാലും സംസ്ഥാനത്തിന് ചെറിയൊരു ആശ്വാസമല്ലേ 6000 കോടി കൂടി കടമെടുക്കാൻ കഴിയുന്നു എന്നുള്ളത്? ലക്ഷ്മി, തീർച്ചയായും ഒരു ട്രഷറി നിയന്ത്രണം കൂടുതൽ കടുപ്പിക്കുമോ എന്ന തരത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ കൂടിയാണ് സംസ്ഥാനത്തിന് ആശ്വാസമായി ഇപ്പോൾ 6000 കോടി രൂപ കൂടി കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയിട്ടുള്ളത്. നേരത്തെ ഈ വൈദ്യുതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ ആ വകയിലാണ് ഇത്തരത്തിൽ 6000 കോടി രൂപ കൂടി കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയിട്ടുള്ളത്. ഇത് വലിയ ആശ്വാസമാണ് സംസ്ഥാനത്തിന്. പ്രത്യേകിച്ച് ഈ സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കുന്ന ഘട്ടത്തിൽ ഈ വിൽപത്രങ്ങളുടെ ലേലം അത് സംബന്ധിച്ച് അതിൻ്റെ അവസാന ദിവസമാണ് ഇന്ന്. ആ ഘട്ടത്തിൽ കൂടിയാണ് സംസ്ഥാനത്തിന് അത്തരത്തിലൊരു അനുമതി കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിന് ഇന്ന് തന്നെ ആ തുക നേടിയെടുക്കാൻ കഴിയും. ഈ സാമ്പത്തിക വർഷം അവസാനത്തിലെ മറ്റ് ചെലവുകൾ ഇത് സംബന്ധിച്ചിട്ടുള്ള ഈ തുക കൊണ്ട് സംസ്ഥാനത്തിന് വിനിയോഗിക്കാനും കഴിയും. വലിയ പ്രതിസന്ധി ഇത് സംബന്ധിച്ച് സംസ്ഥാനത്തിനുണ്ടായിരുന്നു. ഈ മാസത്തിൽ മാത്രം ഏകദേശം 12000 കോടി രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അതിൽ 5990 കോടി രൂപ ആദ്യഘട്ടത്തിൽ അനുവദിച്ചിരുന്നു. നേരത്തെ ഈ നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ കൂടി കേരളത്തിന് അത്തരത്തിലൊരു അനുമതി ലഭിക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ 6000 കോടി രൂപ കൂടി കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത്. ഈ തുക ലഭിച്ചിരുന്നില്ലെങ്കിൽ കുറെ കൂടി ട്രഷറി നിയന്ത്രണം ഉൾപ്പെടെ കടുപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് പോകേണ്ടി വരുമായിരുന്നു. പ്രത്യേകിച്ച് സാമ്പത്തിക വർഷം അവസാനമായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ രീതിയിലേക്ക് പോകേണ്ട സ്ഥിതിയില്ല. ഈ തുക അനുവദിച്ചതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് കൊണ്ട് തന്നെ ആ ബാക്കിയുള്ള ചെലവുകൾ സംസ്ഥാനത്തിന് ഇനി സുഗമമായി നടത്താൻ കഴിയും. ലക്ഷ്മി, തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജാണ് വിവരങ്ങൾ പങ്കുവച്ചത്.